അവൻ വിളിച്ച് പപ്പ വെള്ളം കൂടുന്നു എളുപ്പം ചെയ്യണം. അപ്പം മാമയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇത്രയും വെള്ളമായി. ഒന്നാം തീയതി ആയിരുന്നു നല്ല വ്യാപാരം നടക്കണ്ടേ, അതെല്ലാം പോയി. നല്ല നഷ്ടമുണ്ട്. പിന്നെ കുറച്ച് ഒരു സാധനം പറക്കി മാറ്റിയപ്പോൾ ഇടിപിടിന്ന് വെള്ളം കയറിയാണ്. പിന്നെ 7 മണിക്കുള്ളിൽ വെള്ളം നമ്മുടെ മുട്ടറ്റം വരെ ആയി. ഇവിടെ വായു പ്രകൃതി മാതാപിതാ എന്നല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. പ്രകൃതി നിമിത്തമായി നമ്മൾ സഹിച്ചേ ഒക്കുള്ളൂ. അതിനകത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഈ ലോകത്ത്. എപ്പോഴാണ് ഇത് അറിഞ്ഞത്? ഞാൻ വെളുപ്പിന് 4:30 അറിഞ്ഞു. അപ്പോൾ 4:30 അറിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ചുമ്മാന്ന് പറഞ്ഞു. അവിടെ എൻ്റെ മോൻ പോലീസ് ക്യാമ്പിലാണ്. അവൻ വിളിച്ച് പപ്പ വെള്ളം കൂടുന്നു എളുപ്പം ചെയ്യണം. അപ്പം മാമയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇത്രയും വെള്ളമായിപ്പോയി. പിന്നെ അവിടെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മുടെ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നടന്നാണ് ഞാൻ വന്നത്. പിന്നെ അന്നപ്പോൾ തന്നെ ഇവിടെ ഈ റോഡിൽ നിന്ന് കയറിയില്ല. ആ സമയത്ത് മാമയ്ക്കില്ലേ വെള്ളം കയറി. പിന്നെ കുറച്ച് ഒരു സാധനം പറക്കി മാറ്റിയപ്പോൾ ഇടിപിടിന്ന് വെള്ളം കയറിയാണ്. പിന്നെ 7 മണിക്കുള്ളിൽ വെള്ളം നമ്മുടെ മുട്ടറ്റം വരെ ആയി. ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. കുറച്ച് സാധനം മാറ്റി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജ് മാറ്റാൻ ഒത്തില്ല. കുറച്ച് സാധനം മാറ്റാൻ ഒത്തില്ല. ബാക്കി വെള്ളം ഉയരുന്നത് കണ്ട് ഭയന്നു പോയില്ലേ? ഭയന്നു പോയി. നമ്മൾ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ആരും ഇല്ലാതെ 2 പേരും ഓടി വന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോഴത്തേനും അങ്ങ് ഇതായിപ്പോയി. എളുപ്പം കയറുമായിരുന്നു വെള്ളം. അതാണ് പറ്റിയ പരാജയം. കുറച്ച് നഷ്ടങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, നഷ്ടങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളം 2018 അന്നേരം ഭീമമായ നഷ്ടമുണ്ട്. ഇത് അത്രയും നഷ്ടമില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, അത്രയില്ല ഇത്. ദൈവറിയാൽ നമുക്കൊരു ദൈവത്തിൻ്റെ എന്തോ ഇതുള്ളതുകൊണ്ട് നമുക്ക് അത്രയും നഷ്ടം വരുത്തില്ല. നമുക്ക് കൂടി ഇപ്പോൾ കുറച്ച് നഷ്ടങ്ങളുണ്ട്. അത് നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള നഷ്ടങ്ങളേ ഉള്ളൂ. ജീവിതത്തിൽ മനുഷ്യനല്ലേ, പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ ദൈവം 5 അക്ഷരം ദൈവം തന്നിട്ടില്ലേ. വായു പ്രകൃതി മാതാപിതാ എന്നല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. പ്രകൃതി നിമിത്തമായി നമ്മൾ സഹിച്ചേ ഒക്കുള്ളൂ. അതിനകത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഈ ലോകത്ത്. അതാണ് നമ്മുടെ ജീവിതം. വെള്ളപ്പൊക്കം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? വെള്ളപ്പൊക്കം അറിഞ്ഞിട്ടാണ് വന്നത്. സ്ഥാപനം പലചരക്കട. അതിന് മുന്നേ മാറ്റാൻ പറ്റിയ സാധനങ്ങളൊക്കെ എല്ലാം മാറ്റിയില്ല. കുറച്ച് നഷ്ടമുണ്ട്. ഇവിടത്തേക്ക് വെള്ളം കയറി. സ്റ്റാഫ് ഇല്ലായിരുന്നു? പണിയാരെ കിട്ടത്തില്ലല്ലോ ഈ സമയത്ത്. എപ്പോഴാണ് വന്നത്? ഞങ്ങൾ 4:30 തന്നെ വന്നു. ഇവിടെ വെള്ളമായില്ല, വെള്ളം കയറാൻ തുടങ്ങി. ഇവിടെ എന്തൊക്കെ മാറ്റാൻ കഴിഞ്ഞു? കുറച്ച് അരിയൊക്കെ മാറി, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം കിടക്കുക. വലിയ ഇപ്പം അടുത്ത ദിവസം നല്ല വ്യാപാരം നല്ല രീതിയിൽ നടക്കണ്ടാണോ? ഒന്നാം തീയതി ആയിരുന്നു നല്ല വ്യാപാരം നടക്കണ്ടേ, അതെല്ലാം പോയി. എത്ര രൂപയുടെ നഷ്ടം നോക്കിയോ? നല്ല നഷ്ടമുണ്ട്. ഈ 2018 പ്രളയം ഉണ്ടായാണല്ലോ. 2018 ഒരു മുറി മുങ്ങിയതാ. അന്ന് മൊത്തം മുങ്ങിയതാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് വെള്ളം ഇത്രയും കയറുന്നത്. അത്രയും ഇല്ലെന്ന് തോന്നി. ഇപ്പം അത്രയും ഇല്ല. എന്നാലും ഇവിടെ മൊത്തം കടകൾക്കും നഷ്ടമുണ്ട്. പെട്ടെന്നുള്ളതായുണ്ട്. മൊത്തം കടകളിലും ആളുകൾ അറിയുന്നുമില്ല, എല്ലാ കടക്കാരുടെയും പോവുകയും ചെയ്യും. പല കടകളിലും ആളുകൾ വന്നിട്ടില്ല, ഇതുവരെ വരാനും ഒക്കത്തില്ല. ഇവിടെ വണ്ടി വരത്തില്ല. ഇവിടെ ഒന്നുണ്ട്, മാമുക്കുണ്ട്, പിന്നെ പേട്ട അക്കര എല്ലാം ഉണ്ട്. മൊത്തം വെള്ളമാണ്. ഇവിടുന്ന് പോകാനൊക്കത്തില്ല ഇങ്ങോട്ട്. ശക്തമായ മഴയിൽ റാന്നി മേഖലയാണ് വലിയ ദുരിതത്തിലായിരിക്കുന്നത്. റാന്നി ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് വെള്ളം കയറിയത്. കനത്ത നഷ്ടമുണ്ടായെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് റാന്നി പൂർണ്ണമായും വെള്ളത്തിലായത്. ഉൾവനത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് പുലർച്ചെ മുതൽ കുത്ത് ഒഴുക്കുണ്ടായത്. വലിയ വെള്ളപ്പൊക്കമായാണ് ഉണ്ടായത്. റാന്നിയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ഏതാണ്ട് റാന്നി ഇപ്പോൾ നമ്മൾ കാണുന്ന പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു വഴിയാണ്. എന്നാൽ പൂർണ്ണമായും ഇതുവഴി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗം, നമ്മൾ കാണുന്ന റോഡിൻ്റെ താഴ്ഭാഗത്ത് ഒരു നില കൂടിയുണ്ട്. അവിടെ പൂർണ്ണമായും വെള്ളം കയറി ഏതാണ്ട് ഒരു നില വരെ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ നഷ്ടമാണ് വ്യാപാരികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ടായി. രാവിലെ വെള്ളപ്പൊക്കം അറിഞ്ഞ് നിരവധി ആളുകൾ, കടയുടമകളൊക്കെ ഇവിടെ എത്തിയെങ്കിലും പൂർണ്ണമായും വെള്ളം ഇവിടെ നിന്നും പൂർണ്ണമായും സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്നും മാറ്റാൻ
കഴിഞ്ഞില്ല. ഏതാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. 2018 സമാനമായ രീതിയിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നതെന്നൊക്കെയാണ് വ്യാപാരികൾ തന്നെ പറയുന്നത്. ഇപ്പോഴും ഓരോ വ്യാപാരികളൊക്കെ തന്നെ ഈ കടകളിൽ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ മിക്ക സ്ഥാപനങ്ങളിലും ആളുകൾ എത്തിയിട്ടില്ല, അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് വന്ന് നോക്കുമ്പോഴായിരിക്കും ഈ നഷ്ടത്തിൻ്റെ കൃത്യമായൊരു കണക്ക് ലഭിക്കുക. ഏതായാലും വലിയ നഷ്ടം തന്നെയാണ് ഈ റാന്നി മേഖലയിലെ വ്യാപാരി സമൂഹത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നത്. 2018 ആ ഉരുൾപൊട്ടൽ, ആ വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിലാണ്. പ്രത്യേകിച്ചും ഈ ഓണം സീസൺ കണ്ടാണ് നിരവധി സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. റാന്നിയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിലും വെള്ളം കയറി വലിയ ദുരിതമാണ്. നിരവധി ആളുകൾ അവരുടെ സ്ഥലങ്ങളിൽ, വീടുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ കിടന്ന ആളുകളെയൊക്കെ രക്ഷാപ്രവർത്തകരെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അഗ്നിശമന സേനയും NDRFിൻ്റെ ടീമുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി എത്തുന്നത്. ഏതായാലും ആശ്വാസകരമായിട്ടുള്ളത് ആളപായങ്ങളൊന്നും തന്നെ ഇല്ല ഈ റാന്നി മേഖലയിൽ എന്നുള്ളതാണ്. അതേസമയം വ്യാപാരികൾക്ക് കനത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, റാന്നി.